Welcome to BSc Session Physics, Semester 6, Digital Electronics and Computer Science paper. We are continuing Computer Mathematics, the 6th lesson, Numerical Integration. This is the 59th lecture for Semester 6, BSc Session Physics. That is prior to 2018 syllabus, 59th lecture, Computer Mathematics, Numerical Integration. In the last class, we have studied numerical differentiation, and today we study the opposite process, which is called integration, numerical integration. So, numerical integration, the basic steps. What is the basic concepts of numerical integration? How is this implemented in rectangular rule and trapezoidal rule of integration? What is the basic concept of numerical integration? How is it this implemented in rectangular rule and trapezoidal rule of integration? ഇപ്പോൾ കൺസെപ്റ്റ് പറയാം. ഇപ്പോൾ ട്രപ്പിസോയിഡൽ റൂൾ പഠിച്ചാലും മതി. അതിന് മുമ്പൊരു സിംപ്സൺസ് റൂൾ ഉണ്ട്, അത് പഠിച്ചിട്ട് ട്രപ്പിസോയിഡൽ പഠിക്കാം. ആ റെക്റ്റാങ്കുലർ റൂൾ വേണമെന്നില്ല. കൺസെപ്റ്റ് ഓഫ് ന്യൂമറിക്കൽ ഇൻറ്റഗ്രേഷൻ. Concept of numerical integration. There are a large number of continuous functions for which an integral cannot be expressed in terms of known functions. അപ്പോൾ സെറ്റ് ഓഫ് ഇൻ്റഗ്രൽ ഉണ്ട്, നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റാതെ ഒരു നോൺ ഇൻ്റഗ്രൽ വെച്ചിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ചില ഫങ്ഷൻസ് ഉണ്ട്, സെറ്റ് ഓഫ് ഫങ്ഷൻസ്. ഇൻ സച്ച് കേസസ് the fundamental theorem of calculus is integral a to b fx dx is equal to fx from a to b equal to fb minus fa cannot be used to evaluate a definite integral. അപ്പം അങ്ങനെ ഈ ഒരുപാട് ഫംഗ്ഷൻ നമുക്ക് നേരിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്ത കേസിൽ ഇത്തരൊരു കേസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമ്മൾ സാറ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണല്ലോ, ഇൻ്റഗ്രൽ എഫ് എസ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് എക്സ് ഫ്രം എ ടു ബി ഈക്വൽ എഫ് പി മൈനസ് എഫ് എ. ഇങ്ങനെയാണല്ലോ നമ്മൾ ഡെഫിനറ്റ് ഇൻ്റഗ്രൽ കണക്ക് കൂട്ടുന്നത്. എന്നാൽ ചില കേസുകളിൽ, അങ്ങനെ ഒത്തിരി കേസുകളുണ്ട്, ചില കേസുകളിൽ ഈ റൂള് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതെ വരും. അത്തരം കേസുകളിലാണ് നമ്മൾ ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ കൊടുക്കുന്നത്. അതാണ് പറയുന്നത്. You should evaluate a definite integral. However, it may be very important to approximate the value of such integral. അപ്പോൾ നേരിട്ട് നമുക്ക് ഇൻ്റഗ്രൽ ആ ഫോർമുല വെച്ച് ഈ എഫ് പി മൈനസ് എഫ് എ വെച്ച് കണ്ടുപിടിക്കാൻ പ്രയാസം ഉണ്ടെങ്കിലും അത് അപ്രോക്സിമേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ ഇൻ്റഗ്രൽ വാല്യൂ ഏകദേശം കണ്ടുപിടിക്കുന്ന ഒരു രീതിയുണ്ട്. ദിസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ഈസ് കോൾഡ് ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ. ദ മെത്തേഡ് ഹാസ് ത്രീ റൂൾസ്. അപ്പോൾ ഇങ്ങനെ ഈ കൃത്യമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഫംഗ്ഷനുകളെ അപ്രോക്സിമേറ്റ് ആയിട്ട് ചെയ്യുന്ന രീതികളുണ്ട്. കൃത്യമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഫംഗ്ഷനുകളെ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കുന്ന രീതികളുണ്ട്. ഏകദേശമാക്കി പറഞ്ഞ് ഉത്തരം കണ്ടുപിടിക്കുന്ന രീതിയുണ്ട്. ആ രീതിയെ വിളിക്കുന്ന പേരാണ് ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ. അതിൽ 3 പ്രധാനപ്പെട്ട റൂളാണ് ഉള്ളത്. ഇപ്പോൾ ഒന്നാമത്തെ റൂളാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ സിംപ്സൺസ് റൂൾ ഓഫ് ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ. സിംപ്സൺസ് റൂൾ, SIMPSON, സിംപ്സൺസ് റൂൾ ഓഫ് ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ. This is a rule for numerical approximation of definite integrals. അപ്പോൾ ഡെഫിനറ്റ് ഇൻ്റഗ്രൽ ഏകദേശ വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് ഈ സിംപ്സൺസ് റൂള്. ഈ സിംപ്സൺസ് റൂള് സിമ്പിളായിട്ട് പറഞ്ഞാൽ 2 ഉണ്ട്. There are 2 സിംപ്സൺസ് റൂൾ. സിമ്പിൾ റൂൾസാണ്. കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് റൂളുണ്ട്. നമുക്ക് സിമ്പിൾ റൂളിൻ്റെ കണക്ക് മാത്രമേ പഠിക്കാനുള്ളൂ. സിംപ്സൺസ് 1/3 റൂൾ ഓഫ് ഇൻ്റഗ്രേഷൻ, അല്ലെങ്കിൽ 1/3 റൂൾ എന്ന് പറയും, 1/3 റൂൾ ഓഫ് ഇൻ്റഗ്രേഷൻ. സിംപ്സൺസ് 3/8 റൂൾ ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് സിംപ്സൺസ് 1/3 റൂൾ വെച്ചുള്ള ഇൻ്റഗ്രേഷനാണ്. 1/3 റൂൾ ഓഫ് ഇൻ്റഗ്രേഷൻ. സിംപ്സണിൻ്റെ 1/3 റൂൾ ഓഫ് ഇൻ്റഗ്രേഷൻ എന്താണെന്ന് ആദ്യം പറയുന്നത്. അപ്പോൾ ആ റൂൾ മനസ്സിലാക്കുക. ദിസ് റൂൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് y ഈസ് equal to fx, then integral x raised to x
x2 ആണ് കേട്ടോ. x0 to x2, x0 x1 x2 എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ x0 ഇവിടെ കാണിച്ചിട്ടില്ല. x0 to x2 y dx is equal to y0 plus 4y1 plus y2. ഇതാണ് അതിൻ്റെ ഫോർമുല. ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ എഴുതിയിരിക്കുകയാണ്. y എന്ന് പറയുന്ന ഫംഗ്ഷനെ, y is fx ആണ്. y എന്ന ഫംഗ്ഷനെ നമ്മൾ x0 to x2 ലിമിറ്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ x0യെ നമ്മൾ x0 കഴിഞ്ഞിട്ട് x1 എടുത്തിട്ട് x2 എടുക്കുക. അങ്ങനെയാണ്. x1 ഇടയ്ക്ക് വരുന്നുണ്ട്, ആ x ഇവിടെ കാണിക്കത്തില്ല. അപ്പോൾ അങ്ങനെ കാണാനായിട്ടുള്ള ഫോർമുല y0 പ്ലസ് 4y1 പ്ലസ് y2 ആണ്. ഇതിനെയാണ് സിംപ്സൺസ് 1/3 റൂൾ എന്ന് പറയുന്നത്. 3 ടേമാണ് ബ്രാക്കറ്റിനകത്ത് വരുന്നത്. വേർ ദ ഇൻ്റർവൽ ഇസ് ഗിവൺ ബൈ h is equal to x2 minus x0 by 2. കാരണം x0യും x2ന് x0 കൊടുത്തിട്ട് by 2 കൊടുക്കുക. അന്നേരം കിട്ടുന്ന സംഖ്യ h എന്ന് പറയും. ആ എച്ചിനെ വിളിക്കുന്ന പേരാണ് ഈ ഇൻ്റഗ്രേഷൻ്റെ ഇൻ്റർവൽ. ഇനി ഇപ്പോൾ x1 ഇടക്കുണ്ടല്ലോ, x1 ഇടക്ക് വരുമ്പോൾ x1 മൈനസ് x0 x2 മൈനസ് x1 ആയിട്ട് മാറുകയും ചെയ്യും. അത് h ആയിട്ട് മാറും. ഇടക്കൊരു x1 ഉണ്ട്, h is x2 മൈനസ് x0 by 2 ആണ്. അത് തന്നെ x1 മൈനസ് x0 ആണ്, അല്ലെങ്കിൽ x2 മൈനസ് x1 ആയിരിക്കും. അങ്ങനെയാണ് കിടക്കുന്നത്. ഇപ്പോൾ 0 മുതൽ 2 വരെയാണെങ്കിൽ 0 1 2 എന്നാണ് എടുക്കുന്നത്. ഇപ്പോൾ x0 എന്നുള്ള ലിമിറ്റ് 0യും x2 എന്നുള്ള ലിമിറ്റ് 2 ആണെങ്കിൽ x1 എന്തായിരിക്കും? 1 ആയിരിക്കും. ഇടയ്ക്കൊരു സംഖ്യ ആയിരിക്കും. അപ്പോൾ h എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 0 to 1 ആകുമ്പോൾ 1, 1 to 2 ആകുമ്പോൾ 1, അങ്ങനെ h ഇൻ്റർവൽ എടുക്കുന്നത്. ഇനി ആ ഇക്വേഷനകത്ത് സിംപ്സൺസ് റൂളിനകത്ത് y0 എന്ന് പറഞ്ഞാൽ എന്താണ്? fx0 ആണ്. y1 എന്താണ്? fx1 ആണ്. y2 എന്താണ്? fx2 ആണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 0 to 2 ആണെങ്കിൽ x0 0, x1 1 ആയിരിക്കും, x2 2 ആയിരിക്കും. ഇപ്പോൾ y0 എന്ന് വെച്ചാൽ fx0, y1 എന്ന് പറഞ്ഞാൽ fx1, ആ fx എന്ന് വെച്ചാൽ f1 1 കൊടുത്താൽ മതി. y2 എന്ന് പറഞ്ഞാൽ fx2 f2 അങ്ങനെ കണ്ടുപിടിക്കും. ഒരു കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാര്യം അത് മനസ്സിലാക്കാം. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് യൂസിങ് സിംപ്സൺസ് 1/3 റൂൾ ഓഫ് ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ ഇൻ്റർവൽ i is equal to 0 to 2 ആണ് 1/1 plus x dx. അപ്പോൾ ഇത് ഈ 1/1 plus x എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ 0 to ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇതല്ലാതെ നമുക്ക് ഇൻ്റഗ്രേറ്റിന് അറിയാം. 1/1 plus x ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്കറിയാം. അപ്പോൾ log 1 plus x അതിൻ്റെ ഒരു ലോഗ് ആയിരിക്കും ഇൻ്റഗ്രേഷൻ. log 1 plus x ആണ് അതിൻ്റെ ഇൻ്റഗ്രേറ്റഡ് വാല്യൂ കിട്ടുന്നത്. എന്നാൽ ലിമിറ്റ് കൊടുത്താൽ മതി. അതിവിടെ നമ്മൾ ചെയ്യുന്നത് ഈ സിംപ്സൺസ് റൂൾ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ടേക്ക് y is equal to 1 plus yx. അപ്പോൾ y fx ആണ്, y ആണ് 1/1 plus എന്ന് പറയുന്നത്. ലിമിറ്റ് തന്നിരിക്കുന്നത് 0 to 2 ആണല്ലോ. അപ്പോൾ x2 മൈനസ് x0 നമ്മൾ 2 to 0 എന്ന് എടുക്കണം. അപ്പോൾ h കാണുന്നത് വ്യത്യാസം എടുത്തിട്ട് 2 കൊണ്ട് ഹരിക്കണം. x2 മൈനസ് x0 by 2, 2 മൈനസ് 0 by 2 1 എന്ന് കിട്ടും. അപ്പോൾ 3 ആ ലിമിറ്റിംഗ് വാല്യൂ എഴുതണം. x2 x1 x0 എന്ന് പറഞ്ഞാൽ 2 1 0 എന്ന് വരും. അപ്പോൾ x1 1 ആയിട്ട് ഇടക്ക് വരും. ഇപ്പോൾ y0 എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഇക്വേഷനകത്ത് 1/1 പ്ലസ് എക്സിനകത്ത് എക്സിൻ്റെ സ്ഥാനത്ത് x0 കൊടുക്കണം. സോ y0 ഈസ് 1/1 പ്ലസ് x0 1/1 പ്ലസ് 0 1 എന്ന് കിട്ടും. y1 എന്ന് പറഞ്ഞാൽ y x1 y1 1/1 പ്ലസ് x1 ഈക്വൽ ടു x1 1 ആണല്ലോ. 1/1 പ്ലസ് 1 ഈക്വൽ 1/2 0.5 എന്ന് കിട്ടും. ഇനി y2 എന്ന് പറഞ്ഞാൽ 1/1 പ്ലസ് x2 എന്ന് എടുക്കണം. ആ ഫംഗ്ഷനകത്ത് എക്സിന് പോലെ x2 കൊടുക്കണം. x2ൻ്റെ വില എന്താണ്? 2 ആണ്. 1/1 പ്ലസ് 2 നമുക്ക് 1/3 എന്ന് കിട്ടും. 0.333 എന്ന് കിട്ടും. നമ്മൾ സിംപ്സൺസ് റൂൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. 1/3 റൂൾ. i is equal to h/3 y0 പ്ലസ് 4y1 പ്ലസ് y2 ആണ്. അപ്പോൾ h/3 h1 ആണല്ലോ. അപ്പോൾ 1/3 ഇൻറ്റു 1 പ്ലസ് 4 ഇൻറ്റു y1 0.5 പ്ലസ് y2 0.3333. ദാറ്റ് ഈസ് 1/3 ഇൻറ്റു 1 പ്ലസ് അടുത്ത സംഖ്യ ഗുണിക്കണം 2 പ്ലസ് 0.3333. 1/3 ഇൻറ്റു 3.3333 അത് 1.1111 എന്ന് കിട്ടും. ഇതാണ് ആൻസർ. അപ്പം അങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയേ, നമുക്ക് കാണാൻ പറഞ്ഞത് ഇൻ്റഗ്രൽ 0 to 2 1/1 പ്ലസ് x dx ആണ്. അപ്പോൾ സിംപ്സൺസ് റൂൾ ആകുമ്പോൾ അതിനെ 3 വാല്യൂ ആയിട്ട് ഭാഗിക്കണം. x0 x1 x2 ആയിട്ട് ഭാഗിക്കണം. x0 0, x1 1, x2 2. അപ്പോൾ x1 മൈനസ് x0 അല്ലെങ്കിൽ x2 മൈനസ് x1 അതാണ് h. ഇവിടെ 1 ആയിട്ട് വരും. നമ്മൾ എക്സിൻ്റെ വാല്യൂ 0 ഇടുമ്പോൾ
നമുക്ക് y0 കിട്ടും. എക്സിൻ്റെ വാല്യൂ 1 ഇടുമ്പോൾ നമുക്ക് y1 കിട്ടും. എക്സിൻ്റെ വാല്യൂ 2 ഇടുമ്പോൾ ഫംഗ്ഷനകത്ത് നമുക്ക് y2 കിട്ടും. എന്നിട്ട് സിംപ്സൺസ് റൂൾ അപ്ലൈ ചെയ്യണം. 1/3 റൂൾ. 1/3 റൂളാണ് ഈ കാണുന്നത്. I is equal to h/3 into y0 plus 4y1 plus y2 എന്നുള്ളത്. ഒരു കണക്ക് കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തത് ഇവാലുവേറ്റ് യൂസിങ് സിംപ്സൺസ് 1/3 റൂൾ ഓഫ് ഇൻ്റഗ്രേഷൻ ഇന്റഗ്രൽ 0 to π/2 sin x dx. ഈ sin x dx ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. അപ്പോൾ I is equal to ഇന്റഗ്രൽ 0 to π/2 sin x dx ആണ്. അപ്പോൾ അത് നമ്മൾ 0 to x to y dx എന്ന് പറയണം. y ആണ് sin x. ഫംഗ്ഷൻ എഫ് എക്സ് ഈക്വൽ ടു y, അതാണ് sin x. അപ്പോൾ y dx അങ്ങനെ എഴുതും. y sin x ആണ്. ലിമിറ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? 0 to π/2 ആണ്. അപ്പോൾ x0 to x2 ആണ് π/2. അപ്പോൾ x1 ഇടയ്ക്ക് വേണമല്ലോ. x1 എന്ത് വരും? അതിൻ്റെ ഇടയ്ക്കുള്ള സംഖ്യ അത് π/4 ആയിരിക്കും. 0 π/4 π/2 അങ്ങനെയാണ് ഇൻക്രീസ് ചെയ്ത് പോണത്. അപ്പോൾ നമുക്ക് h കണ്ടുപിടിക്കാം. h is equal to ഇൻ്റർവെൽ h x2 - x0/2 ആണ്. π/2 - 0/2 π/4. അപ്പോൾ x0 x1 x2 കൊടുത്താൽ 0 π/4 π/2 എന്ന് കിട്ടും. അതാണ് 3 വിലകൾ. ഈ തന്നിരിക്കുന്ന ലിമിറ്റുകളുടെ ഇപ്പോൾ 0 π/2 ആണെങ്കിൽ തന്നിരിക്കുന്ന ലിമിറ്റുകളുടെ ഇടയ്ക്കുള്ള വാല്യൂ ആണ് x1 എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന ലിമിറ്റ് 0 x1 എടുക്കണം. അപ്പോൾ ഇടയ്ക്കുള്ള വാല്യൂ ആണ് നമുക്ക് പിന്നെ x1 ആയിട്ട് കിട്ടുന്നത്. ആ വാല്യൂ തന്നെയായിരിക്കും മിക്കവാറും h. സിംപ്സൺസ് റൂൾ 1/3 റൂൾ. 1/3 റൂൾ ഈസ് I is equal to h/3 y0 plus 4y1 plus y2. നമ്മൾ സിംപ്സൺസ് റൂൾ എഴുതി. ഇവിടെ എന്താ? y0 sin x0 sin 0 0 ആണ്. y1 എന്താണ്? sin π/4 sin x1 ആണ്. അത് sin π/4 ആണ്. sin 45.7071 ആണ്. അത് കാൽക്കുലേറ്റർ കിട്ടും. y2 എന്താണ്? sin x2 ആണ്. sin π/2 ആണ്. sin 91 ആണ്. അപ്പോൾ എന്താണ് ഇൻ്റഗ്രൽ? ഇൻ്റഗ്രൽ കാണാനായിട്ട് സിംപ്സൺസ് റൂളിനകത്ത് കൊടുക്കണം. y0 പ്ലസ് 4y1 പ്ലസ് y2 കൊടുക്കണം. അപ്പോൾ h π/4 ആണ്. I is equal to π/4/3 ഇൻസൈഡ് ബ്രാക്കറ്റ് 0 പ്ലസ് 4 into 0.707 plus 1 bracket is closed. That is π/12 into 3.884 എന്ന് കിട്ടും. ആ 2 കൊണ്ട് ഗുണിച്ചിട്ട് 1 കൂട്ടുമ്പോൾ ഈക്വൽ 1.00228. അതാണ് ഇൻ്റഗ്രൽ ആൻസർ. ഒരു കണക്ക് കൂടി നമ്മൾ ചെയ്യുകയാണ് ഈ സിംപ്സൺസ് 1/3 റൂൾ വെച്ചിട്ട്. യൂസ് സിംപ്സൺസ് 1/3 റൂൾ ഓഫ് ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ ടു ഫൈൻഡ് ഇൻ്റഗ്രൽ 2 to 4 റൂട്ട് എക്സ് dx. അപ്പോൾ y fx റൂട്ട് എക്സ് ആകട്ടെ. ഇവിടെ ലിമിറ്റ് എങ്ങനെ എടുക്കും? x2 to x0 4 - 2 ആണ്. 4 - 2. അപ്പോൾ h എന്ന് പറഞ്ഞാൽ x2 - x0/2 4 - 2/2 1 എന്ന് കിട്ടും. അപ്പോൾ 3 ലിമിറ്റിംഗ് വാല്യൂ ഏതൊക്കെയാണ്? x0 2 x1 3 x3 4 എന്ന് കിട്ടും. x3 4. ആ വ്യത്യാസമാണ് h എന്ന് പറയുന്നത്. 3 - 2 1 ആയിട്ട് വരും. അല്ലെങ്കിൽ 4 - 3 അതാണ് h ആയിട്ട് വരുന്നത്. നമുക്ക് സിംപ്സൺസ് റൂൾ അപ്ലൈ ചെയ്യാം വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. സിംപ്സൺസ് 1/3 റൂൾ ഈസ് I is h/3 into y0 plus 4y1 plus y2. h1 ആണല്ലോ. y0 റൂട്ട് x0. ആദ്യത്തത് x0 2 ആണ്. റൂട്ട് 2 1.4142. y1 റൂട്ട് x1 equal root 3 1.7321. y2 root x2 root 4 equal to, put the values. I is equal to h/3, that is 1/3 into 1.4142 plus 4 into 1.7321 plus 2. That is 1/3 into 1.4142 plus 6.928 plus 2. 1/3 into 10.3422 is equal to 3.4474. That is the answer.
അതാണ് ഇൻ്റഗ്രേറ്റഡ് വാല്യൂ ആൻസർ. ഇപ്പോൾ സിംസൺസ് 1/3 റൂളിൻ്റെ 3 പ്രോബ്ലം ചോദിച്ച് ഒരു പ്രോബ്ലം വേണേൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. ദാറ്റ് ഈസ് ഓൾ. താങ്ക് യു. 3 പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്.